അമ്മു എടീ, നീ ഇപ്പൊ കൊൽക്കത്തയിൽ നിന്ന് വന്ന് അല്ല സുഖമായിട്ടിരിക്കുന്നോ? കൊൽക്കത്തയിൽ നിന്ന് വന്നിട്ട് ആന്റിക്ക് എന്നെ കൊണ്ടുവന്നേ? ചുമ്മാ ചുമ്മാ ആണോ? നമ്മള് വെക്കോ. നന്നായിട്ടിരിക്കട്ടെ. അവിടെ ഒരു കൊൽക്കത്തക്കാരി. എന്റെ ദൈവമേ, ഇത്രയും അഹങ്കാരം പിടിച്ചൊരു പെൺകൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു അഹങ്കാരം എന്നറിയാമോ? അഹങ്കാരി. അവള് കൊൽക്കത്തക്കാരിയാണ്. രവി ജോലിക്ക് പോവാണോ? പോയിട്ടോ. ശരി, ആയിട്ടാണ്. പിന്നെ നമുക്കറിഞ്ഞൂട്ടോ ജോലിക്ക് പോവുകയാണെന്ന്. 5 പൈസ കിട്ടിയാൽ അത് കുടിച്ച് കൂത്താടി നടക്കും. കുടുംബം മൊത്തം ഇല്ല, കുടുംബം മൊത്തം നശിച്ച്. ആ കെട്ടിയോളം എടുത്തിട്ട് അടിക്കല അവന്റെ പണി. 2 മക്കളും പഠിക്കുന്നത്. മക്കളും ഇതുപോലത്തെ തന്നെ. എന്റെ കൊള്ളരുതായ്മകളൊക്കെ എനിക്കറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം. അഴുക്ക് ചെറുക്കൻ. ഇത് മാളൂട്ടിയല്ലേ വടക്കേലെ? കിട്ടി. നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലട്ടാ. നീ വളരെ നല്ല പെങ്കൊച്ചായല്ലോടി. എന്നെ അടിമോളെ ആന്റിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ടങ്ങ് പോയത്. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. വിട്ടേക്ക്. എന്റെ ദൈവം, ഞാൻ ചുമ്മാ ആന്റി ചുമ്മാ തമാശ പറയണേ. ഇത്രയും ചെറുതില് ഞാൻ എടുത്തോണ്ട് നടന്ന പെങ്കൊച്ച. അടയ്ക്ക പോലെ കരപ്പനടിച്ച് നടന്നവള്. എന്റെ പറമ്പില് എന്റെ മുറ്റത്ത് കടന്ന് കളിച്ച് വളർന്നവള്. ഇപ്പൊ കണ്ട തല നോക്കി ഒന്ന് നോക്കുവോ? ഒരു മൈൻഡും ഇല്ല. അതെങ്ങനെയാ? ലീലയുടെ മോളല്ലേ? ആ സംസ്കാരം അല്ലേ കാണിക്കോ? ഇത് നല്ലതാണല്ലോ. അയ്യോ, നല്ല രസമുണ്ട് കാണാന്. വെള്ളമൊന്നും വേണ്ട, എടുക്കണ്ട. അയ്യോ വേണ്ട. എൻ്റെ ഇച്ഛയൊന്ന് കേൾക്കണം. ഇവള് ഞാൻ എന്ത് കാണിച്ചാലും അത് കാണിക്കാൻ വേണ്ടി നടക്കുക. ഞാനൊരു കമ്മല് വാങ്ങി, അത് കണ്ടിട്ട് പോയി പിറ്റേ ദിവസം മേടിച്ച് വെച്ചേക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാൻ പോകുന്നു. പിന്നെ പറയാനാണ് പറയാം. ഞാനൊന്ന് കളർ ചെയ്യാം, അപ്പം പോയി കളർ ചെയ്യും. ഞാൻ ഒരു നീല കളർ സാരി മേടിച്ചില്ല, ആ പുള്ളി കുത്തുള്ളത്. അത് അവൾ പോയി മേടിച്ചേക്കുക. ഞാൻ ചെയ്യണം മൊത്തം ചെയ്തുകൊണ്ട് നടക്കുക. എന്നിട്ട് എന്നെ പോലെ ആവുമെന്ന് അവളുടെ വിചാരം. എന്തൊക്കെ കാണിച്ചാലെന്താ? ഞാൻ എവിടെ കിടക്കുന്നു, അവളെവിടെ കിടക്കുന്നു. എൻ്റെ 7 അയലത്ത് വരുമോ അവള്?